നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. സർക്കാർ സ്കൂളുകളിൽ സ്ഥിരമായി ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന നൂറുകണക്കിന് അധ്യാപകരുടെ നിയമന രേഖകൾ ഇല്ലെന്ന് കണ്ടെത്തൽ. ഈ അധ്യാപകർ എങ്ങനെ അവിടെ എത്തി എന്നത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിന് യാതൊരു വിവരവുമില്ല. ആലപ്പുഴ ജില്ലയിൽ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ ഹക്കീമിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ ഗുരുതര വീഴ്ച കണ്ടെത്തിയത്. കഴിഞ്ഞ 23 വർഷത്തിലേറെയായി ആലപ്പുഴ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിയമന രേഖകളില്ലാതെ നിരവധി അധ്യാപകർ ശമ്പളം വാങ്ങുന്നു. ഇവർ PSC മുഖേന നേരിട്ടുള്ള നിയമനത്തിൽ വന്നതോ തസ്തിക മാറി വന്നതോ ജില്ലാന്തര സ്ഥലമാറ്റത്തിലൂടെ എത്തിയതോ ആശ്രിത നിയമനമാണോ എന്നൊന്നും അറിയാൻ നിയമനാധികാരിയായ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ രേഖകളൊന്നുമില്ല. വ്യക്തമായ രേഖകളില്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയും നിയമന തട്ടിപ്പ് നടക്കുന്നുവെന്ന് കായംകുളം, കോറ്റുകുളങ്ങര, ഒറക്കാരിശ്ശേരി നസ്രീൻ ഖാന്റെ പരാതിയിൽ തുടർന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ഡോക്ടർ എ ഹക്കീമിന്റെ നേതൃത്വത്തിൽ 3 പ്രാവശ്യം വിചാരണ നടത്തി. നസ്രീൻ ഖാനും മുഴുവൻ വിവരങ്ങളും സാക്ഷ്യപ്പെടുത്തിയ രേഖാപകർപ്പുകളും സൗജന്യമായി നൽകാൻ ഉത്തരവായിരുന്നു. എന്നാൽ അപ്രകാരം കിട്ടിയ രേഖകൾ വ്യാജമാണെന്ന് അപേക്ഷകൻ കമ്മീഷനെ ബോധ്യപ്പെടുത്തി. തുടർന്ന് കമ്മീഷണർ നേരിട്ട് നടത്തിയ തെളിവെടുപ്പിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. ഈ ഓഫീസിൽ 2001 വരെ ഉദ്യോഗസ്ഥർക്ക് നിയമനം നൽകുന്നത് സംബന്ധിച്ച് രജിസ്റ്റർ സൂക്ഷിച്ചിരുന്നില്ല. 2002 ആദ്യമായി രജിസ്റ്റർ തുടങ്ങിയെങ്കിലും സോഷ്യൽ സയൻസ് വിഭാഗത്തിൽ PSC വഴിയും സ്ഥലമാറ്റം മുഖേനയും ആശ്രിത നിയമനത്തിലൂടെയും അധ്യാപകരെ നിയമിച്ചതിന്റെ ഒരു രേഖപ്പെടുത്തലും രജിസ്റ്ററിൽ കാണാനില്ല. ആലപ്പുഴ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫീസിൽ 2 പതിറ്റാണ്ടായി നിയമന തട്ടിപ്പ് നടക്കുന്നു എന്ന പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥ ഭരണ പരിഷ്കാര വകുപ്പ് വിജിലൻസ് വിഭാഗം നടത്തിയ അന്വേഷണത്തിൽ രേഖകളുടെ തിരിമറി ഉൾപ്പെടെ ഗുരുതര ക്രമക്കേടുകൾ കണ്ടെത്തുകയും ശക്തമായ നടപടികൾക്ക് ശുപാർശ സമർപ്പിക്കുകയും ചെയ്തു. എന്നാൽ അതിന്മേൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കമ്മീഷൻ കണ്ടെത്തി. ആ റിപ്പോർട്ട് മുഖ്യവർക്കെതിരെയും റിപ്പോർട്ടിലെ ശുപാർശ പ്രകാരം മാതൃകാപരമായ ശിക്ഷാ നടപടി സ്വീകരിച്ച് ജൂലൈ 31-നകം വിവരം സമർപ്പിക്കാൻ വിദ്യാഭ്യാസ ഡയറക്ടർ ജനറലിന് കമ്മീഷണർ നിർദ്ദേശം നൽകി ഉത്തരവായി. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.